മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നു. മനസ്സ് നമ്മളെ എങ്ങാനും, നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ബഖറ നമ്മൾ പല പ്രാവശ്യം ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സൂറത്താണ്. ആ സൂറത്തിൽ ഒരു താലൂത്തിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ. ആ കഥ പറയുന്ന ഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു സംഭവമുണ്ട്. ഫലം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലമ്മ ഫസ്വല താലൂത്തു ബിൽ ജുനൂദ്. സൈന്യവുമായി താലൂത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു അവരോട്, ഇന്നല്ലാഹ മുബ്തലീക്കും ബിനഹരിൻ, അള്ളാഹു നമ്മുടെ വഴിയിൽ, നമ്മുടെ യാത്രക്കിടയിൽ ഒരു പുഴ കൊണ്ട് നമ്മളെ പരീക്ഷിക്കാനിരിക്കുന്നുണ്ട്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, ആരെങ്കിലും ആ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അവൻ പിന്നെ എൻ്റെ സംഘത്തിൽ നിന്ന് പുറത്താകും, എൻ്റെ കൂടെ പിന്നെ അവൻ ഉണ്ടാവില്ല. വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നി, ആരാണോ ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാത്തത് അവർ പിന്നെയും എൻ്റെ കൂടെ ഉണ്ടാവും. എന്നാൽ ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദിഹി, ഒരു കൈക്കുമ്പിൾ വേണമെങ്കിൽ കുടിക്കാം, അത്രേ അനുവാദമുള്ളൂ, അതിലേറെ കുടിക്കരുത്. ഇതാണ് നിർദ്ദേശം. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീല ഇല്ലാ ഖലീലം മിൻഹു, എല്ലാവരും കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ കുടിച്ചില്ല. അങ്ങനെ പറഞ്ഞത്, എല്ലാവരും കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ ഒഴികെ. എന്നിട്ട് പിന്നെ പറയുന്നത് ഫലമ്മ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു ഖാലൂ ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി ഖാലല്ലദീന യظنون അന്നഹും മുലാഖുല്ലാഹ് കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ ബിഇذനില്ലാഹ് വല്ലാഹു മഅസ്സാബിരീൻ വല്ലാഹു മഅസ്സാബിരീൻ. ആ വെള്ളം കുടിക്കാതെ നിന്ന ആളുകളുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത ആളുകൾ, ആ ഒരു ചെറിയ സൈന്യവുമായി താലൂത്ത് പോവുകയും യുദ്ധത്തിൽ വിജയിക്കുകയും വലിയ ഒരു സൈന്യത്തെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നാണ് പിന്നീട് ഖുർആൻ അത് വിശദീകരിച്ചു തരുന്നത്. എന്തിനാണ് ഈ കഥ പറഞ്ഞത്? ഒരു പുഴയുണ്ട് വരാൻ, ആ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കരുത്, ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ, ഒരു കുമ്പിളിലധികം കുടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എൻ്റെ കൂടെ ഉണ്ടാകില്ല, എൻ്റെ സൈന്യത്തിൽ നിന്ന് പുറത്താകും. അങ്ങനെ മിക്കവാറും ആളുകൾ കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ കുടിച്ചില്ല. ആ കുടിക്കാത്ത ആളുകളുമായി ആണ് പിന്നെ സൈന്യം മുന്നോട്ട് പോകുന്നത്. അവർ വലിയൊരു സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ കഥ നമുക്ക് ഖുർആൻ പറഞ്ഞിരുന്നത്? വളരെ വ്യക്തമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് എവിടെയും വിജയം ഉണ്ടാവും. അതിന് കഴിയാത്ത ഒരാൾ ജീവിതത്തിൽ തപ്പിത്തടഞ്ഞുകൊണ്ടേയിരിക്കും. അയാൾ ജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ഒന്നും ആകൂല, എവിടെ എത്തൂല. അയാൾ വിശപ്പ് കൊണ്ട് ചുണ്ടുണങ്ങിയിട്ടുണ്ട്, വിശപ്പ് കൊണ്ട് ശരീരം വല്ലാതെ വെള്ളം ആഗ്രഹിച്ച് തുടിച്ചപ്പോഴും മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു കുമ്പിൾ വെള്ളം കൊണ്ട് ദാഹം അവസാനിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അതിലേറെ വലിയ പരീക്ഷണങ്ങൾ നേരിടാനുള്ള കരുത്തുണ്ട്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ വിജയമുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് വിജയം കിട്ടൂല എന്ന് അത് പറഞ്ഞു തരാനാണ് ഖുർആൻ നമുക്കത് പറഞ്ഞു തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ ഈമാനിനനുസരിച്ചൊന്ന് പരുവപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതം സാർത്ഥകമാകും. അവിടെയാണ് ആ ഈമാൻ ശരിക്കും നമ്മളെ സ്വാധീനിക്കേണ്ടത്. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും രാഷ്ട്രീയ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഇണയോടൊത്തുള്ള ജീവിതത്തിലും മക്കളെ വളർത്തുന്നതിലും സാമ്പത്തിക ജീവിതത്തിലും കണ്ണിലും കാതിലും കരളിലും കാശിലും പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈമാൻ എത്തണം. അതാണത്. ഇന്ന് ആ ഒരു സ്ഥാനത്തേക്ക് പല ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് എങ്ങനെയാണ് ഈമാനിനെ അനുഭവിക്കാൻ കഴിയുക? ഇപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിലുള്ളൊരു സാധനം, ഒരു വെള്ളക്കുപ്പി, ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മാർഗമുണ്ട്. ഒന്നുകിൽ എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചിട്ട് വാങ്ങാം, അല്ലെങ്കിൽ എന്നെ നിക്കിളി പിടിച്ചാൽ മതി, അത് വീണു പോകും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതെടുത്തിട്ട് കൊണ്ടുപോകാം, ഓടിപ്പോകാം.
ഇതാണ് ഇന്ന് ചെയ്യുന്നത്. ഏറ്റവും വിലപ്പെട്ടൊരു സംഗതി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് നമ്മുടെ ഈമാനാണ്. ആ ഈമാൻ നമുക്ക് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടല്ല, നമ്മളെ കരയിപ്പിച്ചുകൊണ്ടോ വേദനപ്പെടുത്തിക്കൊണ്ടോ അല്ല, നമ്മളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടാണ്, നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടാണ്. ഒട്ടും വേദനിപ്പിക്കാതെ സുഖങ്ങളിൽ അങ്ങോട്ട് അമർത്തിയിട്ട് അവർ കൊണ്ടുപോകുന്ന എന്താണ്? നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ കേൾക്കുന്ന കേൾവികൾ, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ, അവരൊക്കെ നമ്മളെ സുഖിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ ഈമാനിനെയാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്. അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് മനസ്സിനെ തന്നെയാണ്. തിരിച്ചു പിടിക്കുക. ഇന്നലെ ഉള്ള പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സൂചന, എന്താണ് ഈമാൻ? അത് വിശ്വാസമല്ലത്. വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ചു പറയാനുള്ള, നമുക്ക് ചർച്ച ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യം അതാണ്. അത് വിശ്വാസമല്ല. വിശ്വാസം എന്നൊരു അർത്ഥം അതിനുണ്ടാകാം, പക്ഷെ നമുക്കത് വേണ്ട. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണക്ഷൻ എന്നാണ് അർത്ഥം. പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ എന്താണ് അർത്ഥം? മാറിയില്ലേ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ ഇറങ്ങിയപ്പോൾ മാറിയില്ലേ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ എയിം എന്നാണ്, ഉന്നം, ലക്ഷ്യം. ഖുർആൻ ഇറങ്ങിയപ്പോൾ മാറിയില്ലേ? എങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നൊരു അർത്ഥം ഉണ്ടാകും, പക്ഷെ അതല്ല ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു ഈമാൻ. അതല്ല, വിശ്വാസമല്ല. നൂഹ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, വമാലക്കും, എന്താ മനുഷ്യരെ നിങ്ങൾക്ക് പറ്റിയത്? ലാ തർജൂന ലില്ലാഹി വഖാറ, ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താണ് നിങ്ങൾ അള്ളാഹുവിനൊരു വഖാറത്ത് കൊടുക്കാത്തത്? അതാണ് ചോദ്യം. എന്താ വഖാറത്ത്? വിശ്വാസ. വഖാറത്ത് എന്ന് പറഞ്ഞാൽ പരിഭാഷപ്പെടുത്താൻ പ്രയാസമുള്ളൊരു പദമാണത്. ഒരു ഗൗരവമാണ്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ജാഗ്രതയാണത്. നമ്മുടെ കണ്ണിനും നമ്മുടെ നാവിനും നമ്മുടെ മനസ്സിനും ലഭിക്കുന്ന ഒരു ജാഗ്രതയാണത്, ഒരു പേടിയാണത്. അങ്ങനെയൊക്കെയാണ് അത് വഖാറത്തിൻ്റെ അർത്ഥം. ഈമാനിനെ വിശദീകരിച്ച റസൂലുള്ളാഹി പറഞ്ഞു, മാ വഖറ ഫിൽ ഖൽബ്, അത് കൽബിലുണ്ടാകുന്ന ഒരു വഖാറത്ത്, കൽബിലുണ്ടാകുന്ന ഒരു ജാഗ്രത, അതാണ് ഈമാൻ. റസൂലുള്ളാഹി വിശദീകരിച്ചതാ. നൂഹ് നബി അലൈഹി സ്വലാം സമൂഹത്തോട് പറഞ്ഞത്, വമാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. റസൂലുള്ളാഹി ഈമാനിനെ വിശദീകരിച്ചത് മാ വഖറ ഫിൽ ഖൽബ്. ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആ വഖാറത്താണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്. ഈമാനൽ വിശ്വാസം എന്നൊരർത്ഥത്തിനേക്കാൾ ഉപരിയായിട്ട് വഖാറത്ത് എന്നൊരാശയത്തിലേക്ക് അതങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ വല്ലാത്തൊരു അനുഭവം എടുക്കും. അത് ഉറപ്പ് എന്നൊരു ആ അർത്ഥത്തിൽ ഈമാനിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടൊന്ന് നിസ്കരിച്ചു നോക്കുക, വല്ലാത്തൊരു നിസ്കാരം ഇരിക്കും. അത് ഉറപ്പ് എന്നൊരർത്ഥത്തിൽ ഈമാനിനെ മനസ്സിലാക്കിയിട്ട് ഒന്ന് പ്രവർത്തിച്ചു നോക്കുക, നമ്മൾ വല്ലാത്തൊരു പ്രവർത്തനം ഇരിക്കും. അത് ഭൗതികമായ ഒരു പ്രലോഭനവും നമ്മളെ സ്വാധീനിക്കൂല. ഒരാൾ ചിരിച്ചോ എന്നോ, ഒരാൾ നമ്മളെ അംഗീകരിച്ചോ എന്നോ, ഒരാൾ അഭിനന്ദിച്ചോ എന്നോ, ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞോ എന്നോ, ശകാരിച്ചെന്നോ, അപമാനിച്ചുവെന്നോ നമുക്ക് സങ്കടം തോന്നുന്നതൊന്നും സങ്കടങ്ങളല്ല എന്ന് നമുക്ക് തിരിച്ചറിയും. ആ വെളിച്ചെടുത്തുമ്പോൾ വഖാറത്തിൻ്റെ ഒരു വെളിച്ചമുണ്ട്. ഈമാനിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു വെളിച്ചം, മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്ന ഒരു തിളക്കം. ആ തിളക്കമാണത്, ഈമാനിൻ്റെ ഒരു തിളക്കം. അതാണ് പ്രവാചകന്മാരുടെ കഥകൾ പറയുന്നതിലൂടെ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നതാണ്. പ്രവാചകന്മാരുടെ കഥകൾ പ്രവാചകന്മാരുടെ കൂടെ ഉള്ളവരുടെ കഥകൾ പറയുന്നതിലൂടെ, സംഭവങ്ങൾ പറയുന്നതിലൂടെ ഖുർആൻ നമുക്ക് പറയുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം ആലോചിച്ചു നോക്കൂ, എന്തായിരുന്നു ആ ഈമാൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങൾ വരുമ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം ശാരീരികം, മാനസികം, കുടുംബപരം, സാമ്പത്തികം, സാമൂഹികം, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളുടെയും നടുക്കളത്തിൽ നിന്നുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വിളിച്ചു പറഞ്ഞത്, വ അന്നീ മസ്സനിയദ്ദുറു വ അൻത അർഹമുർ റാഹിമീൻ. സങ്കടങ്ങളിലാണ് പറഞ്ഞത്, കണ്ണീര് കൊണ്ട് കുതിർന്നപ്പോഴാണ് ഇത് പറഞ്ഞത്, വേദന കൊണ്ട് പുളഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലാണ് പതിയണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തവക്കുലാണ്.
തവക്കുൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു പ്രവർത്തനമൊന്നുമല്ല, അതൊരാൾ അള്ളാനെ മനസ്സിലാക്കലാണ്. അത് പ്രത്യേകമായൊരു പ്രവർത്തനമൊന്നുമില്ല, ഒരാൾക്ക് അള്ളാനെ മനസ്സിലാക്കലാണത്. ഖുർആന്റെ വചനങ്ങൾ അയാളാണ് ഉൾക്കൊള്ളലാണത്. അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലായി അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. എത്ര ആളുകൾ ഖുർആൻ ചൊല്ലുന്നുണ്ട്, അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനിൻ്റെ ഓരോ വചനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളെങ്ങനെ കാണും? അതാണ്, ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ കാണുന്നില്ലേ? നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കാണും, നമ്മുടെ സൗന്ദര്യം കാണും, സൗന്ദര്യം ഇല്ലെങ്കിൽ അത് കാണും, ചെളിപ്പാടുകൾ കാണും, അഴുക്ക് കാണും. ഇതുപോലെ നമ്മൾ കാണും ഖുർആനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളെങ്ങനെ കാണും? നമുക്ക് അള്ളാഹ് നമ്മളെങ്ങനെ കാണിച്ചു തരും? എവിടെയൊക്കെയാണ് നമുക്ക് പിഴക്കുന്നതെന്ന് കാണിച്ചു തരും, എവിടെയൊക്കെയാണ് നമ്മുടെ പിഴവുകളെന്ന് ചൂണ്ടിക്കാണിച്ചു തരും. അള്ളാഹു നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വം തന്ന് പറഞ്ഞയച്ചതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് എവിടെയൊക്കെയാണ് എനിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്ന് എൻ്റെ ഖുർആൻ പാരായണം എനിക്ക് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ആ പാരായണം വെറും ഒരു വായന മാത്രമാണ്, അള്ളാഹു ഉദ്ദേശിച്ച തിലാവത്ത് ആകുന്നില്ല. അത് തിലാവത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ശരിക്ക് പിന്തുടരുക എന്നാണ്. ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നതുകൊണ്ട് അതിന് വായന എന്നൊരർത്ഥമുണ്ട്. അത്രയേ ഉള്ളൂ, പിന്തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ തിലാവത്ത് എന്ന് പറയില്ലേ? തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ. എന്താ തലാഹ? തലാ യത്ലു തിലാവത്ത്. വശംസി വളുഹാഹ, സൂര്യൻ ചന്ദ്രൻ തന്നെയാണ് സത്യം, ലുഹാ നേരം തന്നെയാണ് സത്യം, വൽ ഖമരി ചന്ദ്രനെ തന്നെയാണ് സത്യം, ഇദാ തലാഹ അത് സൂര്യനെ പിന്തുടരുമ്പോൾ. അതാണ് വായന എന്നുള്ളൊരു അർത്ഥം കിട്ടാനുള്ള കാരണം ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഖുർആൻ തിലാവത്ത്? ഖുർആനെ പിന്തുടരലാണത്. ഖുർആനിൻ്റെ വചനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണത്. അതാണ് സ്വഹാബികൾ നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ എനിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ പാഠം ഈമാനിൻ്റെ സുദൃഢമായൊരു അനുഭവവും ആ അനുഭവത്തിൽ നിന്ന് പ്രതീക്ഷ നിറഞ്ഞൊരു ജീവിതവും അള്ളാനെ മനസ്സിലാക്കലുമാണ്. അള്ളാനെ മനസ്സിലാക്കുക എന്നൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ബാക്കിയൊക്കെ. ആ ദുആ, അതാണ് ദുആ എന്നത് അവസാനമുള്ളൊരു അഭയമൊന്നുമല്ല, കൂടെയുള്ള അഭയമാണ്. ആവശ്യം വരുമ്പോൾ മാത്രമുള്ള വിളിയൊന്നുമല്ല, അല്ലാത്തപ്പോഴുള്ളൊരു വിളിയാണത്. സങ്കടങ്ങളിൽ മാത്രമുള്ളൊരു വിളിയല്ലത്, സന്തോഷങ്ങളിലും അയാൾ വിളിച്ചുകൊണ്ടിരിക്കും. ആ ദുആ അയാളുടെ കൂട്ടുകാരനായിട്ട് മാറുന്നു. സുബ്ർ എന്ന പദം വിശുദ്ധ ഖുർആൻ 93 ആയത്തുകളിൽ 103 പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ർ വ്യത്യസ്തങ്ങളാണത്. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സുബ്ർ എന്ന് പറഞ്ഞുണ്ട്. വൽ അസ്ർ എന്ന് തുടങ്ങുന്ന അധ്യായം എന്താണ് അവിടെ പറഞ്ഞത്? വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം വസിയത്ത് ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അല്ലാഹ് പറയാം വതവാസൗ ബിസ് സുബ്ർ. അയാൾ സുബ്റിനെ കുറിച്ചും പറയേണ്ടി വരും. വിളിച്ചോരെ തന്നെ പിന്നെയും വിളിക്കേണ്ടി വരും. പറഞ്ഞത് തന്നെ അയാൾക്ക് വീണ്ടും പറയേണ്ടി വരും. പറഞ്ഞവരോട് തന്നെ പറയേണ്ടി വരും. പിന്നെയും പിന്നെയും ചെന്ന് ഫ്ലാറ്റുകളിൽ അയാൾ കയറിയിറങ്ങേണ്ടി വരും. വിളിച്ചവരെ വീണ്ടും വീണ്ടും അയാൾക്ക് വിളിക്കേണ്ടി വരും. സത്യം പറയണമെന്നുണ്ടെങ്കിൽ, സത്യത്തിലേക്ക് ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ, വെളിച്ചം പ്രസരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ സുബ്ർ കാണിച്ചേ മതിയാകുമെന്ന്. ആ സുബ്റാണ് അയാൾക്ക് പ്രതീക്ഷയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സുബ്ർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ്. ഇത് അള്ളാഹുവിൽ ഈമാനില്ലാത്ത ഒരാൾക്ക് കിട്ടൂല, ഒരിക്കലും അയാളത് അനുഭവിക്കില്ല.